എല്ലാവർക്കും ഹൈ റേഞ്ച് കിച്ചൺ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് തന്തൂരി ചിക്കനാണ്. ആദ്യം നമുക്ക് അതിലേക്കായിട്ടുള്ള മസാല റെഡിയാക്കാം. അതിലേക്കായിട്ട് ഞാൻ ജിഞ്ചർ ഗാർലിക് ഓനിയൻ പേസ്റ്റാണ് ഒരു 3 സ്പൂണോളം എടുത്തിട്ടുണ്ട്. കൂടാതെ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് അത്യാവശ്യം എരിവുണ്ടായിരിക്കും, പിന്നെ നല്ല നിറവും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്ത് കൊടുത്തത്. കൂടാതെ ഇതിലേക്കായിട്ട് ഞാൻ ഒരു 2 സ്പൂണോളം പെപ്പർ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളതോ പൊടിയായിട്ടുള്ളതോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ഒരു ഓൾമോസ്റ്റ് പൊടിയായിട്ടുള്ളതാണ് ചേർക്കുന്നത്. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്കായിട്ട് ഞാൻ 1 സ്പൂണോളം മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ ഗരം മസാലയാണ് ആഡ് ചെയ്യുന്നത്. എല്ലാ സ്പൈസസും കൂടെ പൊടിച്ചിട്ടുള്ള ഒരു മസാലയാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡിമെയ്ഡായിട്ട് ഈ തന്തൂരി മസാല കിട്ടും, അതും യൂസ് ചെയ്യാം. ഇത് ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് ഒരു 2 സ്പൂണോളം തൈര് ചേർക്കാം. ഇത് കുറച്ച് ഞാൻ പുളിയുള്ള തൈരാണ് ചേർക്കുന്നത്, പകരം ലെമൺ ആഡ് ചെയ്യുന്നില്ല. കുറച്ച് സോഫ്റ്റ്നെസ് കിട്ടും ചിക്കന്. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ റബ്ബറിഷ് ആയി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ തൈരും കൂടെ മാഗ്നേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതിനാവശ്യത്തിനായിട്ട് ഒരു സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് 1 kgൻ്റെ ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത്. സോ ഇത്രയും ആവശ്യമായിട്ട് വരുള്ളൂ. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. സോ അതിന് ശേഷം നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഫുൾ ചിക്കൻ എടുക്കുക. അത് ഞാൻ നല്ലപോലെ ലൈൻസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ തന്നെ ഒരു ഏകദേശം നല്ലപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഉള്ളിലൊക്കെ മസാലയൊക്കെ നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ദേശീയമുള്ള ഭാഗത്തൊക്കെ നല്ലപോലെ ലൈൻസൊക്കെ ഇട്ട് കൊടുക്കുക. ഈ രീതിയിൽ അത്യാവശ്യം നമുക്ക് നല്ലപോലെ അതിൽ മസാലയൊക്കെ പിടിക്കാൻ പാകത്തിനുള്ള ലൈൻസ് വേണം. കുറച്ച് ആഴത്തിൽ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോഴേ അതിൻ്റെ ഉപ്പും മസാലയും എല്ലാം നല്ലപോലെ പിടിച്ച് കിട്ടുള്ളൂ. ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ കാലിൻ്റെ ഭാഗത്തും 2 ലൈൻസൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. 2 സൈഡിലുമായിട്ട് ലൈൻസ് ആക്കി കൊടുക്കുക. ഉള്ളൊക്കെ നല്ലതായിട്ട് വേകണമെങ്കിൽ നമ്മൾ ചെറിയ ലൈൻസൊക്കെ ഇട്ട് കൊടുക്കണം. ഈ തരത്തിൽ ഇത്രയൊക്കെ തന്നെ അത്യാവശ്യം മതിയായിരിക്കും. നല്ല ആഴത്തിൽ തന്നെ ലൈൻസൊക്കെ വീണിട്ടുണ്ട്. നല്ല ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ലപോലെ തോർത്തി എടുത്തിട്ടുള്ളതാണ്. നല്ലപോലെ ലൈനൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയിൽ നമുക്ക് ഓനിയൻ പൗഡർ ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1/2 ഓനിയനാണ് എടുത്തിട്ടുള്ളത്. 1 kg ചിക്കന് നമ്മൾ എത്രയാണോ ജിഞ്ചർ ഗാർലിക് യൂസ് ചെയ്യുന്നത് അത്ര തന്നെ എടുത്തിട്ട് ഒരു 1/2 ഓനിയനും കൂടെ എടുത്തിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റാണ് ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാ വശത്തേക്കും ആകുന്ന പോലെ നല്ലപോലെ മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. പിന്നെ ഇതിൽ ഞാൻ പെപ്പറാണ് കൂടുതലായിട്ട് 2 സ്പൂണിൽ കൂടുതൽ പെപ്പർ യൂസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇത് പെപ്പർ ചിക്കൻ്റെ ഫ്ലേവറോ പെപ്പറിൻ്റെ ഫ്ലേവറോ വരികയില്ല. സോ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലപോലെ തന്നെ പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എല്ലാ വശത്തും മസാലയൊക്കെ പിടിക്കുന്ന പോലെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. നമ്മൾ ഈ മസാല റെഡിയാക്കാനായിട്ട് ഓയിലൊന്നും ആഡ് ചെയ്തിട്ടില്ല. എല്ലാ വശത്തേക്കും നല്ലപോലെ മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. പിന്നെ ബാലൻസ് ഉള്ളതെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. പിന്നെ ഇത് അത്യാവശ്യം ഒരു അകലമുള്ള പാത്രത്തിൽ തന്നെ എടുക്കുക. പിന്നെ അത് അടച്ച് വെക്കാനുള്ള പാത്രമായിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുക്ക് ചെയ്യുന്ന പാത്രത്തിൽ തന്നെ മസാലയൊക്കെ പുരട്ടി വെച്ചാലും പ്രോബ്ലം ഒന്നുമില്ല. ഇത് ഞാൻ നല്ലപോലെ മസാലയൊക്കെ പുരട്ടിയതിന് ശേഷം ഒരു ഹാഫ് ഡേ ആണ്. ഇപ്പോൾ വൈകുന്നേരം ടൈമിൽ
വെച്ചാൽ ഒരു ഹാഫ് ഡേ ഫുള്ളായിട്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ചെയ്യുന്നത്. അപ്പോഴും നമ്മൾ ആ മസാലയൊക്കെ നല്ലപോലെ അതിലേക്ക് പിടിച്ച് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. ഏകദേശം ഇപ്പോൾ മസാലയൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ആ പാത്രത്തിൽ അതുപോലെ തന്നെ വെച്ചിട്ട് ഒരു ഹാഫ് ഡേയോളം ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ചെയ്യുക. പുറത്ത് വെച്ചാലും പ്രോബ്ലം ഒന്നുമില്ല. കൂടുതൽ മസാലയൊക്കെ അതിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ്. പിന്നെ നമ്മൾ മേടിച്ചിട്ട് 1 ഡേ ആകുമല്ലോ ഈ കുക്ക് ചെയ്യാനായിട്ട്. സോ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതിനായിരിക്കും ഏറ്റവും ബെറ്റർ. എല്ലാ സ്ഥലത്തേക്ക് ആകുന്ന പോലെ ഇപ്പോൾ മസാലയൊക്കെ നല്ല പോലെ പാകത്തിന് പിടിച്ചിട്ടുണ്ട്. ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. ഒരു 2 മിനിറ്റ്സ് മതിയായിരിക്കും മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കുന്നതിന്. എല്ലാം തേച്ചതിന് ശേഷം അങ്ങനെ വെച്ചിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. പിന്നെ ഹാഫ് ഡേക്ക് ശേഷമാണ് എടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോഴേ അതിൻ്റെ മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ടാവുള്ളൂ. ഞാനിത് ഹാഫ് ഡേക്ക് ശേഷമാണ് എടുത്തിട്ടുള്ളത്. നല്ല പോലെ അത് മാഗ്നേറ്റ് ആയിട്ടുണ്ട്. സോ നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. ഓയിലൊന്നും ഇടുന്നില്ല. മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കുക. ഒരു ചൂട് കട്ടിയുള്ള പാത്രത്തിൽ വെച്ചിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്രത്തിൽ തന്നെയാണെങ്കിൽ അങ്ങനെ തന്നെ വെക്കാവുന്നതാണ്. ഞാൻ കുറച്ചൊരു 5 മിനിറ്റോളം ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഏകദേശം അത് ബോയിലായ പോലെ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ള ഓയിലും അതിൻ്റെ സ്റ്റോക്കൊക്കെ ഇപ്പോൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കാം, ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. സോ 1 സൈഡ് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ തന്നെ ആ 1 സൈഡിൽ നമ്മുടെ പുറഭാഗത്തെന്ന് പറഞ്ഞാൽ വലിയ ദശയൊന്നും ഉണ്ടാവില്ല. അത് ഏകദേശം കുക്കായിട്ടുണ്ട്. സോ ദശയുള്ള ഭാഗത്ത് കുക്കാകാനായിട്ട് കുറച്ചുകൂടെ ടൈം കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്ത് അടച്ചു വെക്കുക. ഇത് കുക്ക് ചെയ്യുന്ന ഫുള്ളും നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. പിന്നെ ചൂട് കട്ടിയുള്ള പാത്രമാണെങ്കിൽ നല്ല ചൂടും കിട്ടും. 15 മിനിറ്റ് കൂടുമ്പം നമ്മൾ 2 സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടതാണ്. അടച്ച് വെച്ച് തന്നെ കുക്ക് ചെയ്യണം. പിന്നെ ലോ ഫ്ലെയിമിൽ വെക്കുന്ന ബെറ്റർ. ഇപ്പോൾ ഒരു 15 മിനിറ്റും കൂടെ ആയിട്ടുണ്ട്. അതിന് വെള്ളമൊക്കെ നല്ലപോലെ വാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഓയിൽ മാത്രമാണ് ഇപ്പോൾ കാണുന്നത്. സോ അതിൻ്റെ കൂടെ ഞാൻ 2 സ്പൂണോളം കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കതൊന്ന് പതിയൊന്ന് തിരിച്ചിട്ട് നോക്കാം. ഇപ്പോഴാണ് സെക്കൻഡ് റൗണ്ട് ഞാൻ തിരിച്ചിടുന്നത്. ഇപ്പോൾ ഏകദേശം അത് സ്കിന്നൊക്കെ നല്ലപോലെ കുക്കായിട്ടുള്ള കൊണ്ട് ഒരു 5 മിനിറ്റ് കൂടുന്തോറും തിരിച്ച് മറിച്ചു വിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഉള്ളിലൊക്കെ നല്ലപോലെ കുക്കായി തുടങ്ങിയിട്ടുണ്ട്. ഈ പാകം കഴിഞ്ഞാൽ ഇനി മൊരിഞ്ഞു തുടങ്ങും. അതിൻ്റെ സ്കിന്നൊക്കെ നല്ലപോലെ മൊരിഞ്ഞു തുടങ്ങും. ഇതാ കണ്ടില്ലേ, തിരിച്ചിട്ടപ്പോൾ തന്നെ അതിൻ്റെ അവിടെയൊക്കെ മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഓയിലിൽ തന്നെ കിടന്നിട്ട് മൊരിച്ചെടുക്കേണ്ടതാണ്. ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. ആ ചിക്കൻ്റെ കാലിലെ സ്കിന്നൊക്കെ വിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കളറും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം കുക്കായി കഴിയുമ്പോഴല്ലേ ഈ കളറിൽ വരുന്നത്. സോ ഒന്നുകൂടെ നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം. ഇത് നോക്കും, നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഒരു ഡൗട്ടും വേണ്ട, ഉള്ളിലൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ നല്ല ചൂട് കിട്ടുന്ന പാകത്തിന് അടച്ച് വെച്ചിട്ടാണ് കുക്ക് ചെയ്തിട്ടുള്ളത്. അതിന് കുക്കാകാനായിട്ട് വലിയ ടൈമൊന്നും എടുത്തിട്ടില്ല. എല്ലാ സൈഡിലും ഒന്ന് തിരിച്ചു മറിച്ച് വിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കുക്ക് ചെയ്തിട്ടുള്ള ചിക്കന് ഞാൻ ഇച്ചിരി വലിപ്പമുള്ള പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നമ്മൾ തന്തൂരി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ അത് പുകയിലല്ല ഉണ്ടാക്കുന്നത്. അത് നമ്മൾ ഹോം മെയ്ഡായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഇതിലേക്ക് മാറ്റിയിട്ട് ഞാനൊരു ചിരട്ടയുടെ കത്തിച്ചിട്ടുള്ള പോർഷനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചാർക്കോൾ കിട്ടുമെങ്കിൽ അതെടുക്കാവുന്നതാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ കരി യൂസ് ചെയ്യാവുന്നതാണ്. നല്ലപോലെ കനലായതിന് ശേഷം ഞാൻ ഇതിൽ കുക്ക് ചെയ്തിട്ടുള്ള അതേ ഓയിലാണ് അതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/2 സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അപ്പം തന്നെ അടച്ച് വെക്കുകയാണ്. ഒരു 5 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഒന്ന് തുറന്നു നോക്കാം. നല്ല സ്മെല്ല് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം അതേ തന്തൂരി ചിക്കൻ്റെ അതേ സ്മെല്ല് തന്നെയാണ് കിട്ടുന്നത്. 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കറിയൊന്ന് അതിൽ നിന്ന് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.